ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്, സോ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഹൈപ്പ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ സെന്നിനെ ആരോ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇവൾ ആരാന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴായിരുന്നു അത് നമ്മുടെ മാറ്റ് ആയിരുന്നു. ഒരു ബ്ലഡി നൈറ്റിൽ ആരെങ്കിലും ആ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിട്ട് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് വലിച്ചിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അലറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഓക്കെ മാറ്റാണെന്ന് കണ്ടപ്പോൾ ഓക്കെ ആയിട്ട് ഇവളിങ്ങനെ വരുമ്പോഴായിരുന്നു ബാക്കിയുള്ള എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാൻ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എത്തിയല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതുവരെ നീ എവിടെയായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ല എപ്പോഴും ഉണ്ടാവേണ്ടത്, സോ നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്നുള്ള രീതി ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കുറച്ച് കാട്ടിക്കൂട്ടൽ കൂടുതലാണ്, നീ എന്തൊക്കെയാണ് നമ്മുടെ കാട്ടിക്കൂട്ട് നടക്കുന്നത്, നിനക്കൊരു ബോധവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ എത്തില്ല. മാറ്റ് പറയുന്നുണ്ടായിരുന്നു ജെൻ എന്തായാലും ഇവിടെ എത്തിയില്ലേ, സോ നീ ശാന്താവുന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ജെറോമും പറയുന്നുണ്ടായിരുന്നു നീ ഒന്ന് ഓക്കെയാവുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ എന്നുള്ള രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു പെട്ടെന്ന് ജെറോമും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയ്വ് എവിടെ, ഡെയ്വ് നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലെന്ന്. അപ്പോൾ അവരങ്ങനെ ആലോചിക്കുന്നു, അയ്യോ ഡെയ്വ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലെന്ന്. ഒരു സമയത്താണെങ്കിൽ ജെറോമ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നീ അവനെ കൊണ്ട് കളഞ്ഞോ, നിന്റെ കാരണമാണ് എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, പക്ഷെ എന്നാലും നമ്മുടെ ഡെയ്വ് ഇവിടെ, ഡെയ്വിൻ്റെ കാര്യം എന്താണ്, അവൻ എവിടെ അകപ്പെട്ടെന്നുള്ള കാര്യത്തിൽ മീയൊക്കെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഫൈനലി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. മാറ്റും അതുപോലെ തന്നെ ജെറോമും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഡെയ്വിനെ അന്വേഷിച്ച് പുറപ്പെടാൻ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ സെൻ അവരെ എതിർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ബ്ലഡി നൈറ്റ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവർ പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താവും ഏതാവുമെന്നൊന്നും അറിയില്ല. മിയ ആദ്യം ഒരു ദേഷ്യത്തിൽ ഇവിടെ നോക്കുന്നുണ്ട്, കാരണം ഡെയ്വിനെ എങ്ങനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മിയേൻ്റെ തോട്ട്. അപ്പോൾ വാനും പറയുന്നുണ്ട് അതാണ് ശരി, കാരണം ഇപ്പോൾ ഒന്നാമത്തെ ബ്ലഡി നൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളിനി കാണാതായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങേണ്ടി വരും, ആകെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആവും. എന്നിട്ട് ഇവരാണെങ്കിൽ മിയേനെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് വെക്കുന്നുണ്ട്, ഡെയ്വ് എന്തായാലും തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആശ്വസിപ്പിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ഡെയ്വ് എന്തായാലും പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ എന്തായാലും തിരിച്ചു വരും, നിങ്ങൾ ആരും പേടിക്കേണ്ട എന്നുള്ള രീതിയിൽ പരസ്പരം ഇവർ ആശ്വസിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരസ്പരം കിടക്കുന്നുണ്ട്. എന്നാലും പുറത്തുള്ള ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മിക്കവാറും ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തരാണെങ്കിൽ കൊതുക്കെ വന്നിരിക്കുന്നുണ്ട്. സോ അതൊക്കെ അടിച്ചിട്ടും അതുപോലെ തന്നെ ഈ ഒരു ബ്ലഡി നൈറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഇവരുടെ ലൈഫിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സെൻ ആലോചിക്കുന്നുണ്ടായിരുന്നു എവിടെ പോയി ഡെയ്വിന് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടായിരുന്ന, കാരണം ഇവളിങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ ഇവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഡെയ്വിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ, അവൻ ഏതൊരു അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടായിരിക്കുക, എന്താ ഞാനിനി ചെയ്യുക, ലൈക്ക് എൻ്റെ കാരണം കൊണ്ടാണ് ഇവർ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയ്വ് ഇപ്പോൾ സ്റ്റിൽ അലൈവായിട്ടുണ്ടാവും, ജീവനോടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവളാണെങ്കിൽ വെള്ളം കുടിക്കാനും മുഖം കഴുകാനൊക്കെ വേണ്ടിയിട്ട് വാഷ് ബേസിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഒരു ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ഒരു സൗണ്ടും കാര്യങ്ങളും ആരും ഇങ്ങോട്ട് നടന്നു വരുന്ന പോലെ തോന്നിയത്. ഇവളാണെങ്കിൽ അത് നോട്ട് ചെയ്യുന്നുണ്ട്, ആരായിരിക്കും ഇപ്പോൾ വരുന്നുണ്ടായിരിക്കുക, ഗ്രില്ലൊക്കെ ഇങ്ങനെ തുറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ ഇവളാകെ നെട്ടി നിൽക്കുക, ആരായിരിക്കും, ഇവളാകെ ടെൻഷനിൽ ആരും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി അത് ഡെയ്വ് എന്നുള്ള കാര്യം. വേഗം തന്നെ അങ്ങോട്ടേക്ക് ഓടിച്ചിരുന്നു. ഡെയ്വ് ആണെങ്കിൽ ഭയങ്കര അവശനായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. ഡെയ്വിന് എന്ത് പറയണം ഏത് പറയണം എന്നൊന്നും അറിയില്ല. അപ്പോൾ ചോദിക്കുന്നത് നീ എവിടെയായിരുന്നു, നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ അവിടെയുള്ള ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ചോദിക്കുന്നത് ഡെയ്വ് നീ എവിടെയായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ബ്ലഡിൽ നിന്ന് എനിക്ക് നടക്കുന്ന സമയത്തിന് അവിടെ പുറത്ത് മാറി നിൽക്കുകയായിരുന്നു, ഞാനാണെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്താണെങ്കിൽ ഒരു ഫ്രഷ് എയർ ശ്വസിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ വാന് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് വേറെ സമയമൊന്നും കിട്ടിയില്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് അപ്പോഴാണ് ശ്വസിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് മറുപടിയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടി മാത്രം പോകില്ലല്ലോ, വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തർക്കവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവർ പതുക്കെ സോൾവ് ആക്കി തിരിച്ച് പോകുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണുന്നതാണ് പിറ്റേ ദിവസമാണെങ്കിൽ ഇവർ ഭയങ്കര ലേറ്റായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു. സോ ഇവർ ലേറ്റായിട്ട് എണീറ്റതുകൊണ്ട് തന്നെ നമ്മുടെ മാറ്റ് ആണെങ്കിൽ ഇവർക്ക് വേണ്ടി കുക്ക് ചെയ്ത് വെക്കുന്നു. ഇവർക്ക് എന്തോ വേറെ ഒരു സാറിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ക്ലാസ്സിന് കയറിയിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ സെന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാലോ എന്നുള്ള രീതിയിൽ. അപ്പോഴാണെങ്കിൽ നമ്മുടെ മാറ്റ് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവർക്കുള്ള സ്പെഷ്യലായിട്ടുള്ളതാണ് മെയിൻലി നമ്മുടെ സെന്നിന് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ഒരു ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. കൂടെ തന്നെ വാന് പറയുന്നുണ്ടായിരുന്നു എക്സാംസും കാര്യങ്ങളൊക്കെയാണ്, അത് തോറ്റു കഴിഞ്ഞാൽ എന്താ അവസ്ഥ, എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു 10th റാങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആഗ്രഹം, സോ എന്തായിരിക്കും എൻ്റെ അവസ്ഥ. ആ ഒരു സമയത്താണെങ്കിൽ ഇവർ ഫുഡിൽ ഇങ്ങനെ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ജെന്നെ നമ്മുടെ ഡെയ്വിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവ ശരിക്കും എന്തോ ഒരു കള്ളത്തരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇങ്ങനെ എക്സാംസിനെ കുറിച്ചിട്ടോ ഇവരെ ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജെറോമ് പറയുന്നുണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ വരും പോവുകയും ചെയ്യും, പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത്, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ആദ്യം മുന്നോട്ട് പോകണമല്ലോ, സോ ബ്ലഡി നൈറ്റാണ് നമുക്ക് മുഖ്യമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വാന് പറയുന്നുണ്ടായിരുന്നു നീ
എന്തായാലും ചില്ലറക്കാരനല്ല, നീ എക്സാമിന് തോറ്റി കഴിഞ്ഞാൽ കരഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുള്ള രീതി. അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ ഞാൻ ഒരിക്കലും അങ്ങനെ വരില്ല എന്ന് പറയുന്നുണ്ട്. കൂടെ തന്നെ സെന്നിൻ്റെ മുഖം എന്തോ വാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ മാറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവൾ കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സെന്നിൻ്റെ മനസ്സിലാണെങ്കിൽ ഡേവ് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അതെന്തായാലും ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടിയിട്ടൊന്നും അവിടെ നിൽക്കില്ല. ബ്ലഡി നൈറ്റ് നിൽക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ അവൻ അറിയാവുന്നതല്ലേ. സോ അവൻ ആ ഒരു രീതിയിലൊന്നും നിൽക്കില്ല എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ഇവരാണെങ്കിൽ ക്ലാസ്സിലേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ബ്ലഡി നൈറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആൾക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 2 സ്റ്റുഡൻസ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ബോഡിയുടെ കൈയിൻ്റെ ഒരു പോർഷൻ മൊത്തത്തിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവരത് ചവിട്ടിയിട്ട് പറയുന്നത് റിയൽ കഞ്ഞിയും കാര്യങ്ങളൊക്കെയാണ്. സോ ഭയങ്കര പേടിയാവുന്ന രീതിയിൽ അവർ സംസാരിച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഈ 6 പേര് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സാറ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. സാറാണെങ്കിൽ നമ്മുടെ സെന്നിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സെന്നിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാറ്റ് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിൻ്റെ ഒപ്പം വരണം. അപ്പോൾ പറയുന്നുണ്ട് വേണ്ട, എൻ്റെ ഡ്യൂട്ടീസിനെയും കാര്യങ്ങളെ കുറിച്ചിട്ടാവും, സോ നീ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സാർ ഇവളോട് പറയുന്നുണ്ടായിരുന്നു നീ എക്സാമും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അവൾ പറയുന്ന ഒരു റീടെസ്റ്റ് നടത്താൻ എനിക്ക് ഓക്കെ ആവും എന്നുള്ള രീതിയിൽ. അപ്പോൾ സാറ് പറയുന്നുണ്ട് നീ ഇങ്ങനെ എക്സാമും കാര്യങ്ങളും എഴുതണ്ട, നിനക്ക് അല്ലാതെ ഞാൻ നല്ല മാർക്സും കാര്യങ്ങളൊക്കെ തരാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ ഭയങ്കര കാര്യമായിട്ട് സാറിനോട് സംസാരിക്കുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു, സാറിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടെ ഇവരുടെ ഡിസ്കഷൻ ഓവറോൾ ആയിട്ട് മറ്റേ കാര്യത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സാറ് ഡിറ്റക്റ്റീവാണ്, സോ അവളുടെ ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു സാർ ഞാൻ ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ ലബോറട്ടറിയും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്, സോ എനിക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും അറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല. കൂടാതെ ഈ ഒരു ടീമിൽ ചേർന്നതിന് ശേഷം ആരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും കേട്ടിട്ടില്ല. സാർ ചോദിക്കുന്നുണ്ട് എൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവൾ പറയുന്നത് ഒരു ഫോർമാലിറ്റി ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളൊന്നുമല്ല, ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, എനിക്ക് അത്രമാത്രം ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇവളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ കയ്യിലാണെങ്കിൽ നല്ലൊരു പാടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ നല്ല മുറുക്കിയിട്ട് കെട്ടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് നല്ല അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഏതെങ്കിലും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ അവളെ ഭീഷണിപ്പെടുത്തുമ്പോഴും എല്ലാം അവളെ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മുറുക്കിയിട്ട് കൈയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പെട്ടെന്ന് കട്ട് ചെയ്തപ്പോൾ അവൾ കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബ്ലഡി ആയിട്ട് ഇങ്ങനെ തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇവളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണ് സെന്നാണെങ്കിൽ തിരിച്ചിങ്ങനെ ക്ലാസ്സിലേക്ക് പോകുമായിരുന്നു. സോ ആ ഒരു പോകുന്ന സമയത്താണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് നല്ല അലർച്ചയിൽ ചീറി കരഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളോട് പറയുന്നുണ്ടായിരുന്നു നീ ശരിക്കും ഒരു മോൺസ്റ്റർ ആണ് സെൻ, ഞങ്ങൾ വിചാരിച്ചു നീ ഞങ്ങളുടെ സാമന്തേനെ പോലെ ആവും, സാമന്ത ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, നീ അതുപോലെ ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ നീ ശരിക്കും ഒരു മോൺസ്റ്റർ ആണ്, നീ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, എല്ലാവരെയും പോലെ നീ ഒരു ദുഷ്ടത്തിയായി മാറുകയാണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ ഇതൊക്കെ കേട്ട് നല്ല സങ്കടത്തിൽ അവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ സ്റ്റുഡൻസും കൂടെ നീ എന്താ ഇങ്ങനെ പെരുമാറും, നീ ഒരു മോൺസ്റ്റർ ആണ്, നമ്പർ 9 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വേഗം തന്നെ നമ്മുടെ സെൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ ഈ ഒരു ബ്ലഡി നൈറ്റ് ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ, സോ അയാളും കൂടെ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി, ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ സുപ്രീമോ ആണെങ്കിൽ ഇവരോട് 2 പേരോടും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മിസ്സിസ് ഷിയോൺ പറയാത്തത് കാര്യം ഇവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഫോർമലായിട്ട് തന്നെ ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മിസ്സ് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. മിസ് ആണെങ്കിൽ ഇവളെ സംബോധന ചെയ്യുന്നത് പെട്ടെന്ന് വായിന്ന് വരുന്നത് സാമന്ത എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ സെന്നിൻ്റെ ഓരോ പ്രവൃത്തികളും അവരെതിർക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ സാമന്തേനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ സാമന്തേനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവർക്ക് വേണ്ടിയിട്ട് പൊരുതി നിന്നിരുന്ന ഒരാളായിരുന്നു സാമന്ത. സോ സാമന്തേനെ കുറിച്ചിട്ട് ഇവിടെ മിസ്സിൻ്റെ വായന ഇങ്ങനെ അറിയാതെ വരുന്നുണ്ട്. നമ്മുടെ സെന്നിൻ്റെ ഓരോ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെന്നിനെ സാമന്ത എന്നുള്ള രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വയലറ്റ് മേഡം വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ലേറ്റ് ഹെഡ് മാസ്റ്റർ മരിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മരിച്ചതല്ല ഒരിക്കലും, നിങ്ങളതെ കൊന്നതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ വയലറ്റ് മേഡത്തിനും അതുപോലെ തന്നെ മറ്റാൾക്കും നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ പുള്ളീനെ ആണെങ്കിൽ നീ നിൻ്റെ മരണം എന്നുള്ള രീതിയിൽ, ഞങ്ങൾ അവനെ കൊന്നത് തന്നെയാണ്, ആ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്ററിനെ കൊന്നതാണ്, അടുത്ത് നിൻ്റെ മരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് വേഗം ബാക്കിയുള്ള പിള്ളേർ പിടിച്ച് മാറ്റുന്നുണ്ട്. പിന്നീട് വാൻ സംസാരിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നത്, ഓരോരുത്തരുടെ മരണവും കാര്യങ്ങളും നിങ്ങൾ നിശ്ചയിക്കുകയാണെന്നുള്ള രീതിയിൽ ഒരുപാട് അവൾ വർത്താനം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവളെ പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സെൻ അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കേൾക്ക്, ഇനി നിങ്ങൾ അവളെ മേത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾ എന്തായാലും അനുഭവിക്കേണ്ടി വരും. ഞാനിവിടെ സുപ്രീമോയുടെ സെക്രട്ടറി ആണ്, സോ നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന വേണം. സോ നിങ്ങൾ ഒരിക്കലും വാനിനെ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പളാണെങ്കിൽ നല്ല രീതിയിൽ, നമ്മുടെ വയലറ്റ് മേഡ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവിടെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെന്നെ ഇങ്ങനെ വാടി പോകുന്നില്ല. ഇവളാണെങ്കിൽ തിരിച്ച് നല്ല മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സെന്നിന് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് അറിയാം. ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ഒരു സുപ്രീമോ ഗ്രൂപ്പിൽ ചേരുമ്പോൾ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലൈബ്രറിയിൽ പോയിട്ട് റെഫർ ചെയ്ത് വന്നിട്ടുള്ളത്. സോ അവിടെ നിന്ന് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ലീഗലാണോ ഇല്ലീഗലാണോ, ഇവർക്ക് ഏതൊക്കെ കാര്യത്തിൽ ഇടപെടാം, ഏതൊക്കെ കാര്യത്തിനെതിരെ സംസാരിക്കുക, സോ അതിനെതിരെ ഏതൊക്കെ ടീച്ചേഴ്സിന് സംസാരിക്കുക എന്നുള്ളതൊക്കെ അവൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്.
പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വയലറ്റ് മാഡം ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സുപ്രീമോനോട് പറയുന്നുണ്ട്, നിൻ്റെ സെക്രട്ടറിയോട് വായ പൂട്ടിയിരിക്കാൻ പറയും, അല്ലെങ്കിൽ ഇതിനുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ അവൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സുപ്രീമോ കൈയടിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്, അവൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് തെറ്റ്? സോ ഇവളാണെങ്കിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരിക്കലും ഇവളെ എതിർക്കാനോ ഇവൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒരു അവകാശമില്ല. കാരണം ഇതിലൊരു റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൂൾസിനെ ബേസ് ചെയ്തിട്ട് ഇവൾ നിൽക്കുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവൾക്ക് അറിയാം. ഇപ്പം നിങ്ങൾക്ക് എന്താണ് കാര്യം ഇവിടെ പറയാനുള്ളത്? സോ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് സുപ്രീം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് വരാൻ പോകുന്നത് വലിയൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നോർമലി ബ്ലഡി നൈറ്റും കാര്യങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇനി ബ്ലഡി നൈറ്റ് അല്ല, ഒരു ബ്ലഡി വീക്കാണ് വരാൻ പോകുന്നത്. ഈ ഒരു വീക്കിൽ ഏതൊരു ടൈമിൽ ഏതൊരാളെ എപ്പോൾ വേണമെങ്കിലും കൊല്ലാം. ഈ ഒരു വീക്കിൽ ടൈമിങ്ങും കാര്യങ്ങളൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കൊല്ലാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും നെറ്റ് നിൽക്കുന്നുണ്ട്. ഒന്നാമത് നോർമലി ഒരു ബ്ലഡി നൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 7 to അതുപോലെ തന്നെ പിറ്റേ ദിവസം 5 മണി വരെ ഈ ഒരു സമയത്ത് പോലും ഇവർക്ക് പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ ഇവർ ഇത് ആകെ നെറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ വയലറ്റ് മാഡം പറയുന്നുണ്ടായിരുന്നു, നിങ്ങളിത് അനുഭവിച്ചേ മതിയാവും, ചിലപ്പോൾ മരണം സംഭവിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെന്ന് പറയുന്നുണ്ടായിരുന്നു, ഓക്കെ ഞങ്ങൾ ഇതിനു വേണ്ടി റെഡിയാണ്, മരിക്കാനാണെങ്കിലും മരിക്കാനും ഈ ഒരു ഇവൻറ്റ് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾക്ക് ഇതൊരു കുഴപ്പമില്ല, ഞങ്ങൾ അതിന് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്, നമുക്ക് എന്താ പങ്കെടുത്തോടോ എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിനോട് ഭയങ്കര അഹങ്കാരത്തോട് കൂടി സംസാരിക്കുന്നത്. അവൾ എന്തോ കണ്ടിട്ടാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സുപ്രീമോക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസ് എല്ലാവരും കൂടെ എന്നാലും നല്ല ടെൻഷനിലും കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. മൊത്തത്തിലൊരു കൺഫ്യൂഷനായി ഈ ഒരു ഇവൻറ്റിനെ കുറിച്ച് കേട്ടിട്ടാണെങ്കിൽ. അങ്ങനെ വരാണെങ്കിൽ വീട്ടിൽ ഇവരുടെ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ അവൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും മുഖത്ത് നോക്കി അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിനെക്കുറിച്ച് എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സെന്ന് പറയുന്നുണ്ടായിരുന്നു, നീ പറയുന്ന കാര്യങ്ങളൊന്നും തെറ്റില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചിട്ടൊക്കെ പറയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ജെറോമ് പറയുന്നുണ്ടായിരുന്നു, നീ ബുദ്ധിമതിയാണ്, നിനക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ആ ഒരു ബുദ്ധിമതിയിലും നിൻ്റെ ആ ഒരു ഹാർഡ്നെസ്സിലുമാണ് ഞാൻ വീണത്, നിൻ്റെ ആ ഒരു ലവിലാണ് വീണത് എന്നുള്ള രീതിയിൽ ഒരു ഫ്ലേർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ നല്ലൊരു കോമഡി ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ആ ഒരു പേടിച്ച് ടെൻഷനിൽ വന്നതായിരുന്നല്ലോ. സോ ഇവിടെ ആ ഒരു ഫ്ലേട്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവർക്ക് ഇങ്ങനെ ടെൻഷനാണ്, ഈ ഒരു ബ്ലഡി നൈറ്റ് തന്നെ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ബ്ലഡി വീക്ക് എങ്ങനെയായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നതിനുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ തന്നെ നമ്മുടെ സെന്നിനോട് ഇവരെല്ലാവരും കൂടി ചേർന്ന് പറയുന്നുണ്ട്, നീ എല്ലാതും ഭയങ്കര സെൽഫിഷായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നീ ഒരു കാര്യങ്ങളും ഞങ്ങളോട് പറയുന്നത്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുമിച്ച് എല്ലാ കാര്യത്തിനും കൂടെ ഉള്ളവരാണെങ്കിൽ കൂടെ നീ ഒരു കാര്യം ഞങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട്, പക്ഷേ നീ എന്താണ് ഞങ്ങളോട് അതൊന്നും തുറന്ന് പറയാതെ? നിങ്ങൾക്കറിയാം ഓരോ സീക്രട്സും കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീ മറച്ചു വെക്കുന്നത്. ഇവിടെ ഒരു സീക്രട്ട് ലബോറട്ടറി ഉണ്ട്, അവിടെ ഒരു ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മരിച്ചതിൽ നിന്ന് പുനർജീവിക്കാനുള്ള ഒരു ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉള്ള കുറിച്ച് നിനക്ക് അറിയാമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. സോ എന്തുകൊണ്ട് നീ അത് ഞങ്ങളോട് പറഞ്ഞില്ല? ഞങ്ങൾ നിൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണല്ലോ, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? ഞങ്ങൾ അത്രയും മാറ്റി നിർത്തിയിട്ടാണല്ലേ നീ കാണുന്നത്. അപ്പോൾ ഞങ്ങളോട് തീരെ സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെയും കൂടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്, വെറുതെ ഈ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സീക്രട്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതാണ്. സോ ആ ഒരു പ്രശ്നം എന്നിലൂടെ ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെയും കൂടെ അത് ബാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആവും. സോ അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ എല്ലാത്തിനും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. നമ്മളെല്ലാവരും നല്ല കട്ട് ഫ്രണ്ട്സാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ അവിടുന്ന് എസ്കേപ്പ് ആയി പോവും, എല്ലാവരും രക്ഷിക്കുകയും ചെയ്യും. സോ നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ഓക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. സെന്നെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്നുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ മേക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അവൾ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മുടെ സെന്ന് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓരോ സംസാരവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാച്ച് ആണെങ്കിൽ എപ്പോഴും നമ്മുടെ സെന്നിനെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ സംസാരിക്കുന്നുണ്ടായത്. അങ്ങനെ നല്ല ഫണ്ണായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നമ്മുടെ സെന്നിനാണെങ്കിൽ അറിയാം അവരുടെ ഫ്രണ്ട്സിനെ എങ്ങനെ ഒരുമിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. സോ ഇവൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവൾ ആ ഒരു സെക്രട്ടറി ഗ്രൂപ്പിൽ ജോയിൻ ആയത് വരെ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. സോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ചാനലിൽ സപ്പോർട്ടും കൂടെ ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു എപ്പിസോഡുമായി കാണാം. ദിസ് ഈസ് സംരൻ സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.